നമസ്കാരം സാക്ഷി ടിവിയുടെ പ്രേക്ഷകരെ. ചടയമംഗലം SRTയുടെ നേതൃത്വത്തിൽ 36ാം ദേശീയ റോഡ് സുരക്ഷാ മാസാചരണം ജനുവരി 1 മുതൽ 31 വരെ നടക്കുന്നതിൻ്റെ ഭാഗമായി ചടയമംഗലം MG ഹൈസ്കൂളിലെ SPC സ്റ്റുഡൻസുകളെ നേതൃത്വത്തിൽ റോഡ് സുരക്ഷാ മാസാചരണത്തിൻ്റെ തുടക്കത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കുറച്ച് പേര് ആ വെള്ളത്തിൽ ഒരു 5 പേജ് അങ്ങോട്ട് പോയി അത് പോകും. 5 രൂപ അങ്ങോട്ട് പോകണം. സുരക്ഷാ മാസാചരണത്തിൻ്റെ ഭാഗമായി വാഹനങ്ങൾ ചെക്ക് ചെയ്യുകയും സീറ്റ് ബെൽറ്റ് ഹെൽമറ്റ് ധരിക്കാതെ വരികയും ചെയ്യുന്ന വാഹനങ്ങൾക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ഹെൽമറ്റും സീറ്റ് ബെൽറ്റും ഉപയോഗിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് ബോധവൽക്കരിക്കുകയും ചെയ്യുകയാണ് ഈ ക്ലാസ്സിലൂടെ അല്ലെങ്കിൽ ഈ പരിപാടിയിലൂടെ ചടയമംഗലം SRTയുടെ ഉദ്ദേശം. അതിനായി ഒപ്പം ചടയമംഗലം MG ഹൈസ്കൂളിലെ SPC കേഡറ്റുകൾ ഒപ്പമുണ്ട്. അവർക്ക് അല്പനേരത്തിന് മുമ്പ് സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് വളരെ ഭംഗിയായ ഒരു ക്ലാസ് നൽകിയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ റോഡിൽ അവരെത്തി വാഹനങ്ങൾ പരിശോധിക്കുന്ന തത്സമയ ദൃശ്യമാണ് സാക്ഷി ടിവിയിലൂടെ ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഹലോ, ലൈവാണ്. മാതൃകാപരമായ പ്രവർത്തനമാണ് ചടയമംഗലം മഹാത്മാഗാന്ധി ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകൾ നടത്തുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് മുദ്രയിലൂടെ കാണുന്നത്. വാഹനങ്ങൾ ഇതുപോലെ വരുമ്പോൾ കൈകാണിച്ചു നിർത്തുകയും ആവശ്യമായ രേഖകൾ വാഹനത്തിലുണ്ടോ എന്ന് പരിശോധിക്കുക, സീറ്റ് ബെൽറ്റ് ഹെൽമറ്റ് ധരിക്കുക, അതുപോലെ തന്നെ വാഹനം ഓടിക്കുമ്പോൾ ഏത് റോഡിൻ്റെ ഏത് ഭാഗത്തു കൂടി കടന്നു പോകണം തുടങ്ങിയ ബോധവൽക്കരണമാണ് വാഹനത്തിലൂടെ കടന്നു പോകുന്നവർക്ക് ഈ കുട്ടികൾ നൽകുന്നത്. പോകാന്നുള്ള തീരുമാനം വളരെ തെറ്റാണ്. പക്ഷെ ഏത് സമയത്താണ് നമുക്കൊരു ആക്സിഡന്റ് വരാൻ പറ്റുമെന്ന് അറിയാൻ പറ്റത്തില്ല. അപ്പം ചേട്ടൻ ഇനി മുതൽ ഹെൽമെറ്റ് വെക്കും. നമ്മൾ പറയാം 2 പേർക്ക് ഓരോ ഹെൽമെറ്റ് മേടിക്കാം. അല്ലേ? ഓക്കെ. ഈ ജിൻസ് സ്റ്റോപ്പ് കറക്റ്റാണോ? അല്ല, ഹെൽമെറ്റ് മാറ്റി ഹെൽമെറ്റ് ദൂരി നമുക്ക് ജിൻസ് സ്റ്റോപ്പ് ലൈറ്റ് ചെയ്ത് ഹെൽമെറ്റ് വെച്ചു കൊടുത്തേ. അതാ കെട്ടയക്കണം, കെട്ടി വെക്കാൻ പാടില്ല. ഇല്ലയോ? കെട്ടയച്ചു പുതിയ ഹെൽമെറ്റ് മേടിക്കണം. സ്റ്റാഫ് കറക്റ്റ് ചെയ്യണം. അപ്പൊ എത്രത്തോളം
ടൈറ്റ് ചെയ്യാം അത്രത്തോളം കേട്ടോ. ഒരു ആക്സിഡന്റ് പറ്റി കഴിഞ്ഞാൽ ഇളകി പോരുത്. അങ്ങനെയല്ല ഉദ്ദേശിച്ചു ഞാൻ പറഞ്ഞത്. ഈ വിരല് ചേർന്ന ഗ്യാപ്പ് ഇട്ടേക്കണം കേട്ടോ. ക്ലാപ്പ് കൊടുത്തേ. വെച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ SPCയുടെ ഭാഗമായിട്ട് റോഡ് സുരക്ഷാ ഭാഗമായിട്ട് നമ്മൾ റോഡ് ബോധവൽക്കരിക്കാൻ അവരെ 5 ബാച്ചുകളായി തിരിച്ചുകൊണ്ടാണ് ഇവിടെ ഈ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. എസ്പെഷ്യലി കുട്ടികളെ 5 ബാച്ചുകളായിട്ട് തിരിച്ചിരിക്കുകയാണ്. അവർ കൃത്യമായും അവർക്ക് ഇന്ന് കിട്ടിയ ക്ലാസ്സിന്മേലുള്ള കാര്യങ്ങൾ യാത്രക്കാരോട് പറയുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞു മോളെ? സുരക്ഷിത പാലിക്കണം, ഹെൽമെറ്റ് നല്ലപോലെ ധരിക്കണം, വണ്ടി ഓടിക്കുമ്പോ ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല. അതേപോലെ നിങ്ങൾ എല്ലാം പാലിച്ചുകൊണ്ട് ഓക്കെ. ഇവിടെ എല്ലാ കാര്യങ്ങളും ഒരു വാഹനത്തിൽ എന്തൊക്കെ വേണം, എങ്ങനെയായിരിക്കണം വാഹനം കൈകാര്യം ചെയ്യേണ്ടത് എന്നൊക്കെ പരിശോധിച്ചപ്പോൾ എല്ലാ കാര്യങ്ങളിലും കൃത്യത പാലിച്ച ഒരു സ്കൂട്ടർ യാത്രക്കാരിക്ക് മധുരം നൽകി അവർ പറഞ്ഞുവിടുകയാണ് ചെയ്തത്. 5 ബാച്ചുകളായിട്ടാണ് ഇവിടെ തിരിച്ചിരിക്കുന്നത്. അപ്പോൾ തൊട്ടടുത്ത് വന്ന ഒരു കാറിലും അതുപോലെ തന്നെയാണ് സീറ്റ് ബെൽറ്റൊക്കെ ധരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവർക്കും അവരെ മധുരം നൽകി അവരെ പറഞ്ഞുവിടുകയാണ് കുട്ടികൾ. അതെ, അടുത്ത വണ്ടിയും അതുപോലെ തന്നെ നിർദ്ദേശം പാലിച്ചിരിക്കുന്നു. സീറ്റ് ബെൽറ്റ് ധരിച്ചിരിക്കുന്നു. അവർക്കും മുട്ടായി നൽകി മധുരം നൽകി കുട്ടികൾ അവരെ യാത്രയാക്കുകയാണ്. അവരോടൊന്ന് ചോദിക്കട്ടെ, നമ്മുടെ കുട്ടികൾ ഇങ്ങനെ ചെയ്യുന്നതിൽ എന്ത് തോന്നുന്നു? സന്തോഷം തോന്നുന്നു? സന്തോഷം, നല്ല കാര്യം, നല്ല കാര്യം. ധരിക്കുന്നുണ്ടല്ലേ? ഓക്കെ, താങ്ക് യു. പറഞ്ഞു. ഹെൽമെറ്റ് ഇല്ലാതെ എവിടെയും പോവരുത്. ഒന്ന് ഹെൽമെറ്റിന്റെ ക്ലാസ് അത് വിശദമായി പറഞ്ഞു കൊടുക്കണം അവർക്ക്. ഹെൽമെറ്റിന്റെ ഹെൽമെറ്റ് ഇടാതെ എവിടെയും പോവരുത്. ഹെൽമെറ്റിന്റെ സ്ലാബ് ഇട്ടേ പോവാവൂ. എവിടെ പോയ ഹെൽമെറ്റ് വെച്ചോണ്ട് പോവാം. 36ാമത് ദേശീയ റോഡ് സുരക്ഷാ മാസാചരണത്തിന്റെ ഭാഗമായി ചടയമംഗലം SRTOയും ചടയമംഗലം MG ഹൈസ്കൂളിലെ SPC കുട്ടികളും ചേർന്ന് നടത്തുന്ന റോഡ് വാഹന പരിശോധനയുടെ ഭാഗമാണ് കാണുന്നത്. കൃത്യമായും ലൈസൻസും രേഖകളും സൂക്ഷിക്കുന്നവരെയും റോഡിൽ വാഹനം ഉപയോഗിക്കേണ്ട ഏത് രൂപത്തിലാണോ ആ രൂപത്തിൽ അതേപോലെ ഉപയോഗിക്കുന്നവർക്ക് കുട്ടികൾ മധുരം നൽകിയാണ് അവരെ യാത്രയാക്കുന്നത്. ഇല്ലാത്തവരെ കൃത്യമായും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നതിലും കുട്ടികൾ വളരെ താല്പര്യം കാണിക്കുന്നു. അവർ പഠിച്ച കാര്യങ്ങൾ എല്ലാവരോടും പങ്കുവയ്ക്കുകയാണ്. ഈ ഗ്ലാസ് താത്തിടണം, ഇല്ലെങ്കിൽ പെറ്റിയടിക്കും, അപകടങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് ഹെൽമെറ്റ് ധരിച്ചോണ്ട് എവിടെയും പോവാം. ലൈസൻസ് ഇല്ലാത്തവർക്ക് വണ്ടി കൊടുത്തു വിടല്, 25,000 ഫൈൻ അടിക്കും. 3 മാസം. ഉദ്ദേശിച്ചത് നമുക്ക് ലൈസൻസ് എടുക്കാൻ പ്രായമാകാത്ത കുട്ടികളെ വാഹനം കൊടുത്ത് റോഡിൽ വിടരുത്. അതാണ് അവർ ഉദ്ദേശിച്ചത്. അത് പറഞ്ഞത് തെറ്റിപ്പോയപ്പോഴാണ് അവരൊന്ന് ചിരിച്ചത് അല്ലേ? പറഞ്ഞു കൊടുക്കും. അപ്പൊ 25,000 ഫൈൻ അടയ്ക്കേണ്ടി വരും ലൈസൻസ് ഇല്ലാതെ. ഫോൺ റിംഗ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ വണ്ടിയിൽ നിന്നോണ്ട് ഫോൺ എടുക്കാൻ പറ്റുമോ? ഇല്ല, വണ്ടിയിൽ നിന്ന് ഫോൺ ലൈസൻസ് കാണിച്ചു, ഫോൺ എടുത്തതല്ല, തെറ്റിദ്ധരിച്ചതാണ്. ഹെൽമെറ്റ് ഇല്ലാതെ റോഡിൽ ഇറങ്ങാൻ പാടില്ല. കൊടുത്തു. അതെ, എല്ലാ നിയമങ്ങളും പാലിക്കുന്നവർക്ക് കുഞ്ഞുങ്ങൾ SPCയുടെ കേഡറ്റുകൾ മധുരം നൽകിയാണ് ഇവിടുന്ന് അവരെ യാത്ര അയക്കുന്നത്. അവർ വലിയ ഈ നല്ല ചൂടിലും വളരെ ഊർജ്ജസ്വലരായാണ് ഈ ഇതിൽ ഏർപ്പെട്ടിരിക്കുന്നത്. നമ്മള് റോഡ് സേഫ്റ്റിയുടെ ഭാഗമായിട്ട് SPC
പറഞ്ഞു കൊടുക്കുക, കാര്യം പറഞ്ഞു കൊടുക്കുക. റോഡ് സുരക്ഷയുടെ ഭാഗമായിട്ട് മോട്ടോർ വാഹന വകുപ്പും ഇവിടുത്തെ SPC കൂട്ടുകൂടെ സംയുക്തമായിട്ട് സംഘടിപ്പിച്ചിരിക്കുന്ന റോഡ് സുരക്ഷാ പ്രോഗ്രാം. ഈ പ്രോഗ്രാമിൽ എല്ലാവരും റോഡ് സുരക്ഷാ ഉപകരണം ധരിക്കുന്നുണ്ടോ, അങ്ങനെ കറക്റ്റായിട്ട് ധരിച്ചു പോകുന്നവർക്ക് പ്രോത്സാഹന സമ്മാനം കൊടുക്കാൻ പറ്റും. ഇല്ലെങ്കിൽ അവരത് ഉപദേശിക്കും, ഇങ്ങനെ ആവർത്തിക്കുന്നുള്ള കാര്യം. ഫൈനൊന്നുമില്ല, അവർ കൃത്യമായിട്ട് ഉപദേശിക്കുകയാണ്. ഹെൽമെറ്റ് വെക്കണം, ഹെൽമെറ്റ് വെക്കുമ്പോൾ ചിൻ സ്ട്രാപ്പ് ഇടണം എന്നുള്ള കാര്യങ്ങൾ നമ്മുടെ ഈ സ്കൂളിലെ കുട്ടികൾ നിങ്ങളെ ഉപദേശിക്കുക. നിങ്ങളുടെ വേണ്ടപ്പെട്ട കുട്ടികളും അനുജന്മാരും ഒക്കെ ആയിരിക്കും ഈ കുട്ടികൾ. ഓക്കെ, അപ്പോൾ നിങ്ങൾ പറയുമ്പോൾ ഞങ്ങളെക്കാൾ കൂടുതൽ നിങ്ങൾക്ക് ഒരു പ്രചോദനം ഉണ്ടാവും എന്നുള്ളതാണ് നമ്മുടെ ഒരു വീക്ഷ. ഓക്കെ, അതിന്റെ ഭാഗമായിട്ടാണ്. ഓക്കെ, താങ്ക് യു. ഞങ്ങൾ സഹകരിച്ചതിന് വലിയ നന്ദി. ചടയമംഗലം വെഹിക്കിൾ ഇൻസ്പെക്ടർ ശ്രീ രമേശ് സാറിന്റെ നേതൃത്വത്തിലുള്ള ഒരു ടീമാണ് കുട്ടികൾക്ക് ഈ നിർദ്ദേശം കൊടുക്കുന്നത്. ഹെൽമെറ്റ് ഇല്ലാതെ വന്ന ഒരാൾ വാഹനം തിരിച്ച് പോവുകയാണ് അതിവേഗതയിൽ, ഫൈനുള്ളത് കരുതിയിട്ടായിരിക്കും. അത് ബോധവൽക്കരണമാണെന്ന് മനസ്സിലാക്കാതെ അദ്ദേഹം വാഹനം തിരിച്ച് പോയി കളഞ്ഞു. അപ്പോൾ നമ്മളിത് മോട്ടോർ വാഹന വകുപ്പും അതേപോലെ SPC യൂട്യൂബ് സംയുക്തമായി ശ്രമിക്കുന്ന റോഡ് സുരക്ഷാ പരിപാടിയാണ്. അപ്പോൾ ഇതിൽ എല്ലാവരും നിങ്ങൾ കൃത്യമായിട്ട് റോഡ് സുരക്ഷാ ഉപകരണം ധരിച്ചിട്ടുണ്ടോ, ലൈസൻസ് ഉണ്ടോ എന്നൊക്കെയാണ് കുട്ടികൾ പരിശോധിക്കുന്നത്. ലൈസൻസ് ഉണ്ടല്ലോ, പിന്നെ ചിൻ സ്ട്രാപ്പ് കറക്റ്റായിട്ടാണ് ഇട്ടേക്കുന്നത്. ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ഹെൽമെറ്റ് ഇളകി പോകും. പിടിച്ചു നോക്കി, ഹെൽമെറ്റ് ഇളകി പോകുന്നു, പിടിച്ചു നോക്കി. ഹെൽമെറ്റ് ഇളകി പോകാൻ സാധ്യത. ഒരു അപകടം സംഭവിച്ചാൽ ഹെൽമെറ്റ് ധരിച്ചു പോകും. ഓക്കെ, അപ്പോൾ കറക്റ്റായിട്ട് ഇതെല്ലാം ചെയ്തു വന്നിരിക്കുന്നുണ്ട്. ലൈസൻസ് ഉണ്ടോ? ഈ പരിപാടിയുടെ ഭാഗമല്ലേ ലൈസൻസ് എടുക്കാൻ ശരി, എന്നാ അങ്ങോട്ട് മാർക്ക് കൊടുക്കും. ഇങ്ങോട്ട് പോളൂ. അത് പിടിച്ചു കഴിഞ്ഞാൽ രണ്ടു കുഴപ്പമാകത്തില്ല. കള്ളാണ്. ദേശീയ റോഡ് സുരക്ഷാ മാസാചരണത്തിന്റെ ഭാഗമായിട്ട് ചടയമംഗലം SRTOയും അതോടൊപ്പം തന്നെ ചടയമംഗലം MG ഹൈസ്കൂളിലെ SPC കേഡറ്റുകളും റോഡ് ബോധവൽക്കരണ നടത്തുന്ന ഭാഗമാണ്. വാഹനം എങ്ങനെ ഉപയോഗിക്കണം, റോഡിൻ്റെ ഏത് ഭാഗത്തുകൂടി വാഹനം കൊണ്ടുപോകണം, വാഹനത്തിൽ ഉണ്ടാകേണ്ട രേഖകൾ ഏതൊക്കെയാണ്, ലൈസൻസ് പരിശോധിക്കുന്നുണ്ട്, ഹെൽമറ്റ് കൃത്യമായാണോ ധരിച്ചിരിക്കുന്നത് പരിശോധിക്കുന്നുണ്ട്. അങ്ങനെ അവരെ എല്ലാം കൃത്യതയായി കൊണ്ടുവരുന്ന ആളുകളെ കൃത്യമായും അവർ മധുരം നൽകി വിടുകയും അതോടൊപ്പം തന്നെ അല്ലാത്തവർക്ക് ഒരു ബോധവൽക്കരണം ചെയ്യുന്ന ഒരു തത്സമയ ദൃശ്യമാണ് സാക്ഷി TV ഇപ്പോൾ ചടയമംഗലം MG ഹൈസ്കൂളിന്റെ ഫ്രണ്ടിൽ നിന്നും പ്രേക്ഷകരിൽ എത്തിക്കുന്നത്. രമേശ് സാറിന് കാണാം, ഞാൻ കാണാം. രമേശ് സാറിനെ കാണാം. സാറാ
എഴുത്തുന്നില്ല. നമുക്ക് ഈ ബോധവൽക്കരണ ക്ലാസിന്റെ ഉദ്ദേശ ശുദ്ധിയെ കുറിച്ചൊക്കെ നമ്മളോടൊപ്പം അജയ്കുമാർ സാർ, മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറാണ് അദ്ദേഹം ചടയമംഗലത്ത്. അദ്ദേഹം CCTV പ്രേക്ഷകർക്ക് വേണ്ടി അക്കാര്യത്തെക്കുറിച്ച് വിശദീകരിക്കും. ാമത് ദേശീയ റോഡ് സുരക്ഷാ മാസാചരണത്തോടനുബന്ധിച്ച് ജനുവരി 1 മുതൽ ജനുവരി 31 വരെ കേരള റോഡ് സേഫ്റ്റി അതോറിറ്റിയും മോട്ടോർ വകുപ്പും ചേർന്ന് റോഡ് ആക്സിഡന്റ് കുറയ്ക്കുന്നതിന് വേണ്ടി വിവിധ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് റോഡ് ഉപഭോക്താക്കളെ ബോധവൽക്കരിക്കുക, റോഡ് ഉപയോഗിക്കുന്നവരെ മാക്സിമം സേഫ്റ്റി മെഷേഴ്സ് ഉപയോഗിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടി ഇന്ന് MGHSൽ ഇന്ന് SPC സ്റ്റുഡൻസിന് ഒരു ബോധവൽക്കരണ ക്ലാസ്സും അവരെ കൊണ്ട് ഒരു ബോധവൽക്കരണ പരിപാടി ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പരിപാടിയായിട്ടാണ് ഇന്നിവിടെ നമ്മളെ ഈ ബോധവൽക്കരണ ചെക്കിങ് നടക്കുന്നത്. നന്ദി സാർ. CCTVയുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഇന്ന് നടക്കുന്ന ഈ ബോധവൽക്കരണ ചെക്കിങ്ങിനെ കുറിച്ച് വിശദീകരിച്ചത് ചടയമംഗലത്തെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ശ്രീ അജയ്കുമാർ സാറാണ്. ഓവർ വെയിറ്റ് അതെ, ഹെൽമെറ്റ് ഒക്കെ ധരിച്ചിട്ടുണ്ട്. രണ്ടുപേരും അദ്ദേഹത്തിന് ഇവിടുത്തെ വിഷയം എന്താണ്? ഹെൽമെറ്റ് ഒക്കെ ധരിച്ചിട്ടുണ്ടെങ്കിലും ഇതിപ്പോ നമുക്ക് 2 യാത്രക്കാർക്ക് വേണ്ടി പോകാനുള്ള 2 വീലറാണ്. ഇതിനകത്ത് നമ്മൾ ഇതേപോലെ വട്ടിക്കുട്ട, അതായത് ഉപജീവന മാർഗത്തിന്റെ ഭാഗമാണ്. പക്ഷെ നമുക്ക് ഇതിനകത്ത് കൊണ്ടുപോകാൻ പറ്റും. ഇതിനകത്ത് കൊണ്ടുപോകാനുള്ള അവസ്ഥ നിയമം പറയുന്നില്ല. അപ്പൊ അത് ഉപയോഗിക്കാൻ പാടില്ല. അതിനുവേണ്ടി നമ്മൾ ഗുഡ്സ് വാഹനങ്ങൾ കൊടുത്തിട്ടുണ്ട്, പെർമിറ്റ് കൊടുത്ത് ഗുഡ്സ് വാഹനങ്ങൾ അതിലാണ് കൊണ്ടുപോകുന്നത്. അപ്പൊ ഈ ചേട്ടനെ സംബന്ധിച്ച് ഈ ചേട്ടൻ അദ്ദേഹത്തിന് സേഫ്റ്റി ഹെൽമെറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഈ ചിൻ സ്റ്റാപ്പ് കറക്റ്റ് ആണോ? അല്ല, ആ ചിൻ സ്റ്റാപ്പ് കുറച്ച് ടൈറ്റ് ആണ്. ചിൻ സ്റ്റാപ്പ് ടൈറ്റ് ചെയ്യാൻ ശ്രമിച്ച് ഇതെല്ലാം കൂടെ കൊണ്ട് പറയും. അപ്പൊ അതുകൊണ്ട് എനിക്ക് എന്ത് വേണം? കൊണ്ടുപോകാൻ പാടില്ല. പിന്നെന്ത് വേണം? ചിൻ സ്റ്റാപ്പ് കറക്റ്റ് ആണ്. ഹെൽമെറ്റ് ധരിച്ചിരിക്കുന്ന കൊള്ളാം. ഇനിയും ഇത് ശീലമാവണം, അല്ലയോ? നമ്മുടെ SPC കുട്ടികളാണ്, നിങ്ങളുടെ കുട്ടികളൊക്കെ ആയിരിക്കാം. അപ്പൊ അവര് ഞങ്ങൾ പറഞ്ഞതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ നിങ്ങളോട് പറയാം. ഹെൽമെറ്റ് വെക്കണം. നിങ്ങളുടെ ജീവനും വളരെ അപകടം സംഭവിക്കാൻ പാടില്ല എന്നാണ് അവർ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, പിന്നെ ഈ ഹെൽമെറ്റ് കൃത്യമായിട്ട് വെച്ചു വന്നോണ്ട് നമ്മളെ വരുന്നു ഐഫ തരുന്ന ഒരു സമ്മാനം. ഓക്കെ, ശരി. അപ്പൊ ഇതിലെന്താണ് വിഷയം? ഇതിൽ നമുക്കിപ്പം 2 പേര് ഡ്രൈവർ, അത് കോൺട്രാക്ടർ, 2 പേര് അല്ല അതിലേക്ക് നിശ്ചിതമാവണം. അങ്ങനല്ലേ നമ്മൾ പറയാം. കുട്ടികൾ ഇങ്ങനെ ഒരു പരിപാടി ചെയ്യുന്നില്ല, നല്ല കാര്യമാണ്. വാഹനങ്ങൾ എല്ലാ നിയമവും പാലിക്കണം എന്നുള്ള കാര്യം തീർച്ചയായും ഉള്ള ഉപകാരം. സന്തോഷം. പോട്ടെ സാർ. നമുക്ക് മതിയല്ലോ സാർ. ഒരു ബൈക്ക് സാർ, അവസാനം വരെ സഹകരിച്ചവർക്ക് വളരെ നന്ദി. അപ്പോൾ നമ്മൾ ജനുവരി 1 മുതൽ ജനുവരി 31 വരെ 36ാമത് ദേശീയ റോഡ് സുരക്ഷാ മാസാചരണത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മൾ ഈ ചടയമംഗലത്ത്
ചടയമംഗലം MGHS SPC കേഡറ്റ്സ് കുട്ടികളാണിത്. നമ്മുടെ ചടയമംഗലം മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥരാണ്. ചടയമംഗലം സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസ്. ഞങ്ങൾ രണ്ടുപേരും കുട്ടികളെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ റോഡിൽ കൃത്യമായിട്ട് റോഡ് സുരക്ഷ പാലിച്ചു വരുന്ന, റോഡ് നിയമങ്ങൾ പാലിച്ചു വരുന്നവർക്ക് പ്രോത്സാഹനവും റോഡ് നിയമങ്ങൾ പാലിക്കാതെ വരുന്നവരെ ഉപദേശിച്ച് അവർ കറക്റ്റ് ചെയ്യണമെന്നുള്ള നിർദ്ദേശം കൊടുത്ത് കുട്ടികളാൽ ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അത് നാട്ടിലെ ജനങ്ങളെല്ലാവരും നമ്മളോടൊപ്പം സഹകരിച്ചു. ഈ ജനുവരി 31 വരെ ഈ ഒരു പ്രോഗ്രാം തുടരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. ഈ ബോധവൽക്കരണ ക്ലാസ്സിനെ കുറിച്ച് നമ്മളോട് വിശദീകരിച്ചത് ചടയമംഗലത്തെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ശ്രീ രമേശ് സാറാണ്. അദ്ദേഹത്തിന്റെയും അജയ്കുമാർ സാറിന്റെയും നേതൃത്വത്തിലാണ് ഇന്ന് ഈ സുരക്ഷാ ദിനാചരണം ഇവിടെ നടത്തിയത്. മഹാത്മാഗാന്ധി ഹൈസ്കൂളിലെ SPC സ്റ്റുഡൻസും അതുപോലെ തന്നെ പ്രഥമ അധ്യാപകയും അതുപോലെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടേഴ്സും ചേർന്നാണ് ഇന്ന് ഈ പരിപാടി ഇവിടെ നടത്തിയത്. അതിൽ വളരെയധികം ആൾക്കാർ സഹകരിച്ചു. ഒട്ടനവധി ആൾക്കാരെ അത് ബോധവൽക്കരിക്കാൻ നമുക്ക് കഴിഞ്ഞു. ഈ ഒരു പ്രോഗ്രാം സാക്ഷി TV-ക്ക് ഏറെ മനസ്സിലായത് വളരെ വിജയകരമായിരുന്നു. ഇതുപോലുള്ള കാര്യങ്ങൾ ഇനിയും നടക്കട്ടെ എന്ന് ആശിക്കുന്നു. എല്ലാവർക്കും ഞങ്ങൾ നന്ദി അറിയിച്ചുകൊണ്ട് ഈ തത്സമയ സംപ്രേഷണം ഇവിടെ അവസാനിപ്പിക്കുന്നു. സാക്ഷി TV-ക്ക് വേണ്ടി ഈ സംപ്രേഷണം ചെയ്തത് രാജ്മോഹനൻ. നാടിന്റെ ഒരു മുതൽക്കൂട്ടായി ഈ കൊച്ചു കുരുന്നുകൾ വളർന്നു വരട്ടെ. നാടിന്റെ